ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞ് പരിശീലിക്കാനായിട്ട് കുറച്ച് കുട്ടി സെൻറ്റൻസുകൾ നോക്കാം. അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞ് സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക, എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് പറയാം. അയാൾക്ക് എന്നെ മനസ്സിലാക്കുമോ? അയാൾക്ക് എന്നെ മനസ്സിലാകുമോ എന്ന് വെച്ചാൽ അയാൾക്ക് എന്നെ തിരിച്ചറിയുമോ എന്നാട്ടോ. ഇങ്ങനെ നമുക്ക് ചോദിക്കാമെന്നറിയോ? വിൽ ഹി റെക്കഗ്നൈസ് മീ? വിൽ ഹി റെക്കഗ്നൈസ് മീ? അയാൾക്ക് എന്നെ തിരിച്ചറിയുമോ? റെക്കഗ്നൈസ് എന്ന് വെച്ചാൽ തിരിച്ചറിയുക എന്നുള്ള കേട്ടോ, മനസ്സിലാകുക, തിരിച്ചറിയുക എന്നൊക്കെ കേട്ടോ. ഓക്കെ, ആ പട്ടി കടിക്കുമോ? വിൽ ദാറ്റ് ഡോഗ് ബൈറ്റ്? വിൽ ദാറ്റ് ഡോഗ് ബൈറ്റ്? വിൽ ദാറ്റ് ഡോഗ് ബൈറ്റ്? ആ പട്ടി കടിക്കുമോ? നിങ്ങൾ എത്ര രൂപ കടം തരും? നിങ്ങൾ എത്ര രൂപ കടം തരും? ഹൗ മച്ച് വിൽ യു ലെൻഡ് മീ? ഹൗ മച്ച് വിൽ യു ലെൻഡ് മീ? ലെൻഡ് മീ എന്ന് വെച്ചാൽ നമുക്ക് കടം തരുന്നതിനാണ് നമ്മൾ ലെൻഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഹൗ മച്ച് വിൽ യു ലെൻഡ് മീ? നിങ്ങൾ എത്ര രൂപ കടം തരും? മീറ്റിംഗ് എത്ര സമയം വരെ ഉണ്ടാകും? ഹൗ ലോങ് വിൽ ദ മീറ്റിംഗ് ലാസ്റ്റ്? ഹൗ ലോങ് വിൽ ദ മീറ്റിംഗ് ലാസ്റ്റ്? വിൽ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കാരണം നമ്മൾ നടക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. വിൽ ദ മീറ്റിംഗ് ലാസ്റ്റ്? എത്ര സമയം വരെ ആ മീറ്റിംഗ് ഉണ്ടാകും എന്നാട്ടോ. വിൽ ദ മീറ്റിംഗ് ലാസ്റ്റ്? എത്ര സമയം വരെ നീണ്ടു നിൽക്കും എന്നുള്ളതാട്ടോ. ഓക്കെ, നിങ്ങൾ എന്നെ എത്ര സമയം കാത്തു നിൽക്കും? ഹൗ ലോങ് വിൽ യു വെയിറ്റ് ഫോർ മീ? ഹൗ ലോങ് എത്ര സമയം? വിൽ യു നിങ്ങൾ ചെയ്യും, വെയിറ്റ് ഫോർ മീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നുള്ളതാട്ടോ. അപ്പോൾ ഹൗ ലോങ് വിൽ യു വെയിറ്റ് ഫോർ മീ? നിങ്ങൾ എത്ര സമയം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും? അത്രയും അടുത്ത് പോകരുത്, അത്രയും അടുത്ത് പോകരുത്. ഡോണ്ട് ഗോ സോ നിയർ? ഡോണ്ട് ഗോ സോ നിയർ? ഡോണ്ട് ഗോ സോ നിയർ? ഓക്കെ, നിങ്ങൾക്ക് അയാളെ അറിയാമായിരിക്കും. നിങ്ങൾക്ക് അയാളെ അറിയാമായിരിക്കും. യു മേ നോ ഹിം? യു മേ നോ ഹിം? യു മേ നോ ഹിം? നിങ്ങൾക്ക് അവനെ അറിയാമായിരിക്കും. മേ ആയിരിക്കും എന്നുള്ളതാട്ടോ. ഒരു പക്ഷേ നിങ്ങൾക്ക് അവനെ അറിയാമായിരിക്കും എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഓക്കെ, ഇന്ന് ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും. ഇറ്റ് മേ റെയിൻ ടുഡേ? ഇറ്റ് മേ റെയിൻ ടുഡേ? ചെയ്യാമായിരിക്കും. നമ്മൾ സാധ്യതയാണ് പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ മേ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇറ്റ് മേ റെയിൻ ടുഡേ? ഇന്ന് മഴ പെയ്യാമായിരിക്കും. മഴ പെയ്യാനുള്ള സാധ്യത എന്നുള്ളതാട്ടോ. അയാൾക്ക് സത്യം അറിയില്ലായിരിക്കും. ഹി മേ നോട്ട് നോ ദ ട്രൂത്ത്? ഹി മേ നോട്ട് നോ ദ ട്രൂത്ത്? മേ നോട്ട് നോ ഒരു പക്ഷേ അറിയില്ലായിരിക്കാം എന്നുള്ളതാട്ടോ. മേ ഒരു പക്ഷേ സാധ്യതയാണ് കാണിക്കുന്നത്, അപ്പോൾ മേ നോട്ട് സാധ്യത ഇല്ലായിരിക്കും. ഓക്കെ, ഹി മേ നോട്ട് നോ ദ ട്രൂത്ത്? അവന് സത്യം അറിയില്ലായിരിക്കും. നിങ്ങൾക്ക് പോകാം. യു മേ ഗോ? യു മേ ഗോ? നിങ്ങൾക്ക് പോകാം. ഓക്കെ, ഇവിടെ നമ്മൾ മേ ഒരു അനുവാദം കൊടുക്കുന്നത് കേട്ടോ. അനുവാദം കൊടുക്കുന്നത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേ ഉപയോഗിക്കുന്നത്. യു മേ ഗോ? നിങ്ങൾക്ക് പോകാം. യു മേ കം? നിങ്ങൾക്ക് വരാം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. യു ക്യാൻ ആസ്ക് മീ എനി ഡൗട്ട്? യു ക്യാൻ ആസ്ക് മീ? നിങ്ങൾക്ക് ചോദിക്കാം. യു ക്യാൻ ആസ്ക് മീ? നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. മീ എന്നോട്, എനി ഡൗട്ട് എന്ത് സംശയം. ഓക്കെ, ഇന്ന് എനിക്ക് നേരത്തെ പോകണം. ഓക്കെ, ഇതൊരു എന്താ പറയുക, കമ്പൽസറി ആയിട്ടുള്ളതാണ് കേട്ടോ, നിർബന്ധമാണ് ഇന്ന് എനിക്ക് നേരത്തെ പോകണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ഞാൻ മസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. ഐ മസ്റ്റ് ഗോ ഏർലി ടുഡേ? ഇന്നെനിക്ക് എന്തായാലും നേരത്തെ പോകണം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഐ മസ്റ്റ് ഗോ ഏർലി ടുഡേ? ഐ മസ്റ്റ് ഗോ ഏർലി ടുഡേ? ഇന്നെനിക്ക് നേരത്തെ പോകണമെന്നുണ്ട്. അങ്ങനെ നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഐ വോണ്ട് ടു ഗോ ഏർലി ടുഡേ എന്ന് പറയാം കേട്ടോ. വാണ്ട് ടു ഗോ പോകാൻ ആഗ്രഹമുണ്ട്, പോകണമെന്നുണ്ട്. ഓക്കെ, അവിടെ നമ്മൾ വാണ്ട് ടു ഗോ. ഓക്കെ, നിർബന്ധമായിട്ടും പോകണം എന്നുള്ള കേസിലാണ് നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇന്നെനിക്ക് നേരത്തെ പോകണമെന്നുണ്ട്. ഐ വോണ്ട് ടു ഗോ ഏർലി ടുഡേ. ഓക്കെ, അവിടെ പോകരുത്. ഡോണ്ട് ഗോ ദർ? ഡോണ്ട് ഗോ ദർ? അവിടെ പോകരുത്, അങ്ങനെ പറയരുത്. ഡോണ്ട് സേ സോ? ഡോണ്ട് സേ സോ? ഡോണ്ട് സേ സോ? അങ്ങനെ പറയരുത്. ഞാൻ എപ്പോഴാണ് വരേണ്ടത്? വെൻ ഷുഡ് ഐ കം? വെൻ ഷുഡ് ഐ കം? ഞാൻ എപ്പോഴാണ് വരേണ്ടത്? വെൻ ഷുഡ് ഐ കം?
ഓക്കെ, കുറച്ച് പൊളൈറ്റായിട്ടാണ് പറയുന്നത് കേട്ടോ, അതുകൊണ്ടാണ് നമ്മളിവിടെ ഷുഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. വെൻ ഷുഡ് ഐ കം? ഓക്കെ, ഞാൻ എന്ത് പറയണം? വാട്ട് ഷുഡ് ഐ സേ? വാട്ട് ഷുഡ് ഐ സേ? വാട്ട് ഷുഡ് ഐ സേ? ഞാൻ എന്ത് പറയണം? ഞാൻ അവനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണോ? ഷുഡ് ഐ ടെൽ ഹിം എനിത്തിങ് പെർട്ടിക്കുലർ? എനിത്തിങ് പെർട്ടിക്കുലർ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എന്നുള്ള കേട്ടോ. ഓക്കെ, ഷുഡ് ഐ ടെൽ ഹിം എനിത്തിങ് പെർട്ടിക്കുലർ അല്ലെങ്കിൽ എനിത്തിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഷുഡ് ഐ ടെൽ ഹിം എനിത്തിങ് സ്പെഷ്യൽ അല്ലെങ്കിൽ എനിത്തിങ് പെർട്ടിക്കുലർ? ഓക്കെ, നിങ്ങൾ പോകേണ്ട കാര്യമില്ല. യു നീഡിൻറ്റ് ഗോ. യു നീഡിൻറ്റ് ഗോ. നീഡിൻറ്റ് ആവശ്യമില്ല എന്ന് കേട്ടോ. യു നീഡിൻറ്റ് ഗോ, നിങ്ങൾ പോകേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. യു നീഡിൻറ്റ് ടേക്ക് ടിക്കറ്റ്. നിങ്ങൾ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. യു നീഡിൻറ്റ് ടേക്ക് ടിക്കറ്റ്. ഓക്കെ, ഞാൻ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമുണ്ടോ? ഇതൊരു ക്വസ്റ്റ്യൻ ഫോമിലാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പം ആദ്യം നമ്മൾ നീഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നീഡ് ഐ ടേക്ക് ടിക്കറ്റ്? നീഡ് ഐ ടേക്ക് ടിക്കറ്റ്? ഞാൻ നാളെ വരേണ്ട കാര്യമുണ്ടോ? ഞാൻ നാളെ വരേണ്ട കാര്യമുണ്ടോ? നീഡ് ഐ എങ്ങനെ പറയാം? നീഡ് ഐ കം ടുമോറോ? നീഡ് ഐ കം ടുമോറോ? നീഡ് ഐ കം ടുമോറോ? ഞാൻ നാളെ വരേണ്ട കാര്യമുണ്ടോ? എനിക്കവിടെ ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമില്ല. ഇതെങ്ങനെ പറയാം? ഐ ഡയറിൻറ്റ്. ഡയറിൻറ്റ് എന്ന് വെച്ചാൽ ധൈര്യമില്ല എന്ന് കേട്ടോ. ഐ ഡയറിൻറ്റ് ഗോ ദർ എലോൺ. എനിക്കവിടെ ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമില്ല. ഡയറിൻറ്റ് ഗോ, ഒറ്റയ്ക്ക് പോകാൻ എന്നാട്ടോ. ധൈര്യം, ഡയറിൻറ്റ് ഗോ എന്ന് വെച്ചാൽ പോകാനുള്ള ധൈര്യമില്ല എന്നാട്ടോ. ഐ ഡയറിൻറ്റ് ഗോ, എനിക്ക് പോകാനുള്ള ധൈര്യമില്ല. ദർ, അവിടെ, എലോൺ, ഒറ്റയ്ക്ക്. ഓക്കെ, എനിക്ക് അയാളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല. ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അയാളെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യമില്ല. ഐ ഡയറിൻറ്റ് ഫേസ് ഹിം. ഡയറിൻറ്റ് ഫേസ് ഹിം. ഐ ഡയറിൻറ്റ് ഫേസ് ഹിം. ഓക്കെ, അപ്പോൾ നമ്മൾ 25ഓളം സെൻറ്റൻസുകൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഒക്കെ കുഞ്ഞു സെൻറ്റൻസുകളായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഡെയിലി കോൺവെർസേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സെൻറ്റൻസുകളാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ദെൻ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണാം. താങ്ക് യു.